ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിനുള്ള മറുപടി കൊടുക്കാതെ ഞാൻ ഇവിടുന്ന് വരില്ല. ഇളകി ഭദ്രകാളി ഇളകി, ഇനി ഉറഞ്ഞുതുള്ളും. ഞാൻ മാഡത്തോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. മാഡത്തിന്റെ തോന്നലാണെങ്കിൽ അത് എന്നോട് തീർക്കാൻ വരികയും വേണ്ട. നിന്നുണ്ടല്ലോ. കൊറോണ വന്നോണ്ട് ആൾക്കാർക്ക് ഇതിൽ ഒരു സംശയവും തോന്നൂല. സർ, ഓർഡർ പ്ലീസ് സർ. കഥ കഴിക്കാൻ എന്തെങ്കിലും? ഞങ്ങൾക്ക് 2 ഫലൂഡ. ഓക്കെ ഓക്കെ. റെസ്റ്റോറന്റ് ഇഷ്ടമായോ? മനസ്സമാധാനം ഉണ്ടെങ്കിൽ എല്ലാം നല്ലതാ. ഇന്നത്തെ ദിവസം എനിക്ക് എല്ലാം നല്ലതായിരിക്കും. അവിടെ ഒരു തിരുത്തുണ്ട്. ഇന്നത്തെ ദിവസം മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ ആക്കണം. അതിന് ഞാനും കൂടെ വിചാരിക്കണ്ടേ. അത് ഇവിടുന്ന് മര്യാദക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങാൻ നോക്ക്. ഓക്കെ സർ. നോക്കി നടന്നൂടെ തനിക്ക്? അയ്യോ മാഡം, എന്റെ ഭാഗത്തൊരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ എന്റെ ഭാഗത്താണോ കുഴപ്പമുണ്ടായത്? നോക്ക്, എന്റെ ഡ്രസ് മുഴുവനും നാശാക്കി. മാഡം ഞാൻ കഥ പ്ലീസ് കൂൾ ഡൗൺ. നിങ്ങൾ പൊയ്ക്കോ. ഓക്കെ സർ. വൃത്തികേടായല്ലോ. എടോ, ഇതല്ലേ സൈമൺ പറഞ്ഞത്? ചെറിയ ചെറിയ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ വലുതാക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ടെൻഷനൊക്കെ ഉണ്ടാവും. ഇതൊക്കെ കഴിയെ പോകുന്നല്ലേ ഉള്ളൂ. താൻ വന്നേ. വേണ്ട, നവീൻ ഇവിടെ ഇരുന്നോ. വേണ്ടെന്നേ, താൻ വന്നേ.
ഇത്രേ ഉള്ളൂ, സിമ്പിൾ മാറ്റർ. താൻ കഴിക്കും. താൻ ഓക്കെ അല്ലേ? ഓക്കെ. What happened, Gada? Nothing. Gada, എന്തു പറ്റി? എനിക്ക് യെസ്. താൻ എന്താ എന്നോട് പറഞ്ഞ? എന്റെ ദേഹത്ത് തട്ടിയില്ലെന്നോ? ഇല്ല മാഡം. താൻ തട്ടി, കൃത്യമായിട്ട് എന്നെ തട്ടി. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സോറി പോലും പറയാതെ താൻ എങ്ങനെയാണ് എന്റെ മുന്നിൽ നിന്ന് പോയത്? മാഡം എന്തത്? ഗാഥ, എന്തീ കാണിക്കുന്നത്? താനങ്ങ് വന്ന് നമുക്ക് പോ. പറ്റില്ല. ഇവനെ എന്നോട് കാണിച്ചത് അഹങ്കാരാണ്. അതിനുള്ള മറുപടി കൊടുക്കാതെ ഞാൻ ഇവിടുന്ന് വരില്ല. ഇളകി, ഭദ്രകാളി ഇളകി, ഇനി ഉറഞ്ഞുതുള്ളും. ഞാൻ മാഡത്തോട് മോശമായിട്ട് ഒന്നും പെരുമാറിയിട്ടില്ല. മാഡത്തിന്റെ തോന്നലാണെങ്കിൽ അത് എന്നോട് തീർക്കാൻ വരികയും വേണ്ട. നിന്നെ ഉണ്ടല്ലോ. എന്താ എന്താ ഇവിടെ പ്രശ്നം? നിങ്ങളെ എന്നെ തല്ലിയല്ലേ? നിങ്ങൾ ആരാന്ന് വിചാരം? ഞങ്ങളെ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നവരാ, അല്ലാതെ നിങ്ങൾക്ക് കൈ നീട്ടി തല്ലാനുള്ളവരല്ല. അനാവശ്യം കാണിച്ച ചിലപ്പോ ചോദിക്കും, ചിലപ്പോ തല്ലി എന്നും വരും. നിന്നെ പോലുള്ള തേർഡ് റൈറ്റ് ക്രിമിനൽസിനെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ ഈ സിറ്റിയില്. സാറേ, ഇവരെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ വരാൻ കേട്ടോ. പ്ലീസ് ബ്രോ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇയാൾക്ക് കുറച്ച് ഡിപ്രഷൻ ഉള്ളതാ, അതുകൊണ്ട് പറ്റിപ്പോയതാ. ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു.